ഹായ്, ചുരിദാറൊക്കെ തയ്ച്ചു വരുന്നതിൻ്റെ ബാക്കി പീസ് വെച്ചിട്ട് കുട്ടികൾക്കൊരു ഉടുപ്പടിക്കുക എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കി വന്ന പീസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാൻറ്റിൻ്റെ പീസുമെന്ന് അത്യാവശ്യം മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അടിഭാഗത്തേക്കും അതിൻ്റെ മുകൾ ഭാഗത്തേക്കും പിന്നെ അതിൻ്റെ ചുരിദാറിൻ്റെ പീസ് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഫ്രില്ലിട്ട് കൊടുത്തിട്ട് ഒരു ഉടുപ്പ് തയ്ച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെറ്റീരിയലൊക്കെ ആദ്യം അയൺ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. യോക്ക് വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു 10 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ട് ഈ ഒരു പീസിൽ നിന്ന്. അപ്പോൾ ഞാൻ ആ ഒരു പീസ് ഫ്രണ്ട് ഭാഗം മാത്രം മടക്കിയെടുക്കുകയാണ്. ആദ്യം ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് പിന്നെയാണ് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ അതിനെ 4ആക്കി ഭാഗിച്ചിട്ട് 5.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ സീം അലവൻസ് 1 ഇഞ്ചും കൂടി വിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 6 ഇഞ്ച് വീതിയിലുള്ള ഒരു 2 മടക്കാക്കി വെച്ച തുണിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ അതിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഷോൾഡർ 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഒരു 5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നെ ആം ഹോൾ ഒരു 4.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതൊരു ബോക്സ് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് 5.5 ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നെ 1 ഇഞ്ച് സീം അലവൻസ് വിടുന്നുണ്ട്. പിന്നെ അതിൻ്റെ നെക്ക് വരുന്നത് 2.5 ഇഞ്ച് വിടുന്നുണ്ട്. നെക്കിൻ്റെ 3 ഇഞ്ച് താഴോട്ട് നെക്കിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി അതൊരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2ആക്കി ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസ് ബാക്ക് പീസിൻ്റെ കട്ട് ചെയ്യാനുള്ള അതിന്മേ 1 ഇഞ്ച് വിട്ടിട്ട് വേണം വെക്കാൻ. ഞാനവിടെ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് നടുഭാഗത്തായിട്ട് വിട്ടിട്ട് പിന്നെ അവിടെ ഫ്രണ്ട് കട്ട് ചെയ്ത പീസ് വെച്ച് കൊടുത്തിട്ട് അതേ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് നെക്ക് 2.5 ഇഞ്ചുള്ളൂ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആം ഹോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് അതേ പീസ് വെച്ചിട്ട് കട്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ ഇഞ്ച് നമ്മൾ മടക്കി വെച്ചതിന് ശേഷം അവിടെയാണ് സിബ് വെച്ച് കൊടുക്കുക. ഇനി നമുക്കതിൻ്റെ താഴെ ഭാഗത്തേക്കുള്ള ഒരു പോർഷന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലിയൊരു പീസ് പാൻറ്റ് തയ്ച്ചതിൻ്റെ ബാക്കി കിട്ടിയതുണ്ട്. അപ്പോൾ അതിന് ഞാനിതിൻ്റെ അളവൊന്നും എടുത്ത് നോക്കുകയാണ്. 14.5 ഇഞ്ചാണ് നമുക്ക് ഇതിൻ്റെ അളവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും ഉള്ള പീസ് 14.5 ഇഞ്ച് വീതിയിലും 45 ഇഞ്ച് നീളത്തിലും കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ ഭാഗം ഒന്ന് ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കണം. മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിഭാഗം ഞാൻ കറക്റ്റ് 14 ഇഞ്ചിൽ എല്ലാ ഭാഗത്തും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും താഴെ ഭാഗത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചെറിയൊരു ഫ്രില്ല് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടോപ്പ് കട്ട് ചെയ്തതിൻ്റെ ബാക്കി കിട്ടിയ സൈഡിൽ നിന്ന് കിട്ടിയ ഒരു പീസാണ്. അപ്പോൾ അതിൽ നിന്ന് 2 പീസ് എടുത്തിട്ട് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ ഒരു 4 ഇഞ്ച് വീതിയിലുള്ള പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. 18 ഇഞ്ച് നീളത്തിലാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തേക്ക് മാത്രമാണ് 18 ഇഞ്ച് ഉള്ളത്. 36 ഇഞ്ച് ടോട്ടൽ നീളം വരും. പിന്നെ 4 ഇഞ്ച് വീതിയിൽ ഞാൻ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ 2 സൈഡും നമ്മൾ മടക്കി അടിക്കും. അപ്പോൾ അത് ടോട്ടൽ 3 ഇഞ്ച് വീതിയുള്ളൂ ഉണ്ടാവുക. അപ്പോൾ 36 ഇഞ്ച് നീളമുള്ള 2 പീസ്
4 ഇഞ്ച് വീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് കുറച്ച് ക്രോസ് പീസ് ആവശ്യമുണ്ട്. നെക്ക് തയ്ച്ച് കൊടുക്കാനും അതേപോലെ തന്നെ കൈയിൻ്റെ സൈഡ് തയ്ച്ച് കൊടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് ക്രോസ് പീസ് ആവശ്യമുണ്ട്. അപ്പോൾ അതും ഒരു വേസ്റ്റ് മെറ്റീരിയലിൽ തന്നെ ക്രോസ് പീസും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലത്തെ 4 ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് കൈയിനും ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും വേണ്ടിയിട്ട്. ഇനി ആദ്യം നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം 1 ഇഞ്ച് വീതിയിൽ നമുക്കതിൻ്റെ ബാക്ക് നല്ല വശം ചേർത്ത് വെച്ചിട്ട് ചീത്ത വശത്തു കൂടെയാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. വലിയ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഈ സ്റ്റിച്ച് നമുക്ക് പൊട്ടിച്ച് കളയാനുള്ളതാണ്. അപ്പോൾ നല്ല വീതി കൂടിയ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മറിച്ചിട്ടതിന് ശേഷം നിവർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സിബ് വെച്ച് കൊടുക്കുകയാണ്. സിബ് തുറക്കുന്ന ഭാഗം ബാക്കിലേക്ക് ആക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററും നമ്മൾ തയ്ച്ചു വെച്ചതിൻ്റെ ആ ഒരു കറക്റ്റ് സെൻറ്ററും ഒരേ ഭാഗത്തല്ലേ എന്ന് കറക്റ്റ് നോക്കിയതിന് ശേഷം പിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സിബ് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ സിബ് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടി തയ്ച്ചെടുക്കുകയാണ്. ഇനി ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് ഇപ്പുറ വശം കൂടി ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു ഭാഗം നമ്മൾ ആദ്യം തയ്ച്ചത് ഒരു സീം റബ്ബർ ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ നൂലൊക്കെ നമുക്ക് വൃത്തിയായിട്ട് മുഴുവനായിട്ട് പറിച്ചെടുക്കാം. അപ്പം നമുക്ക് വൃത്തിയായിട്ട് സിബ് അറ്റാച്ച് ചെയ്തെടുക്കാം. സിബ് ഉള്ളിലുള്ളത് പുറത്തേക്ക് അങ്ങനെ കാണുമില്ല, എന്നാൽ നല്ല വൃത്തിയിൽ സിബ് അവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി വരുന്ന സിബിൻ്റെ തുമ്പ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കാം. അതിനുശേഷം അവിടെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് കഴുത്ത് മറിച്ചടിക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്രോസ് പീസ് ഒന്നെടുത്തിട്ട് അതിൻ്റെ ഒരു വശത്ത് വെച്ച് കൊടുക്കാം. അതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ചെറിയൊരു പീസ് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം. ഇനി അവിടെ നിന്ന് തയ്ച്ചെടുക്കാം. അതേപോലെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് അതേപോലെ ചെയ്യാം. ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ മടക്കിയിട്ട് ഉള്ളിലേക്ക് ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുകയാണ്. നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ 2 സിബിൻ്റെ സൈഡും ഒരേ വലുപ്പത്തിലല്ലേന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തുമ്പ് വരുന്ന ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നൂലിൽ തട്ടാതെ ശ്രദ്ധിക്കുക. ഇനി അത് പുറം മറിച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ചെടുത്തിട്ട് 2 മടക്ക് മടക്കിയതിന് ശേഷം അത് തയ്ച്ചെടുക്കുക. ആദ്യം ഒന്ന് മടക്കി ഉള്ളിലേക്ക് വീണ്ടും ഒന്ന് മടക്കിയിട്ട് വൃത്തിയായിട്ടൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് കഴുത്ത് വൃത്തിയിൽ തയ്ച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മറ്റേ വശവും നമുക്ക് ഇതേപോലെ തന്നെ വൃത്തിയിൽ തയ്ച്ചെടുക്കാം. 2 വശം തയ്ച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്ക് നെക്ക് തയ്ച്ചു കഴിഞ്ഞു. ഇനി ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ട് നെക്കും ഇതേപോലെ തന്നെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നല്ല വശത്ത് ക്രോസ് പീസിൻ്റെ നല്ല വശം വെക്കുന്നതിന് പകരം ഞാനിത് ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചടിക്കുകയാണ്. ആ ഒരു പൈപ്പിംഗ് പോലെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ചീത്ത വശത്ത് ഞാൻ ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ്. 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അത് നല്ല വശത്തേക്ക് മറിച്ചിട്ട് 2 മടക്ക് മടക്കി വൃത്തിയായിട്ട് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയൊരു പൈപ്പിംഗ് പോലെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. അത് നെക്കിന് ഒരു ഭംഗിയാണ് ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പുറത്തേക്ക് മറിച്ചടിച്ചിട്ടുള്ളത്.
ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഒരുമിച്ച് വെക്കുക. രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് ഷോൾഡറും ഒരേപോലെ അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി അതിന് ശേഷം അതൊന്ന് പുറത്തേക്ക് മറിച്ചിട്ട് അതിൻ്റെ ഷോൾഡർ ഒന്ന് പതിച്ച് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഇനി ജോയിൻ ചെയ്തെടുത്ത പീസുകൾ നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രില്ല് ഇട്ട് കൊടുക്കാൻ വിചാരിക്കുന്ന ഭാഗത്ത് ഒരു ലൈന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ വരെ ഞാൻ ഫ്രില്ല് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലൈന് രണ്ട് സൈഡിലും വരച്ചു കൊടുക്കാം. ഷോൾഡറിൻ്റെ സെൻട്രലായിട്ടാണ് ഞാൻ രണ്ട് ലൈനും വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് അവിടെ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ആ കട്ട് ചെയ്തെടുത്ത 4 ഇഞ്ച് വീതിയുള്ള പീസ് രണ്ട് സൈഡും മടക്കി അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ടോട്ടൽ 3 ഇഞ്ചായിരിക്കും അതിൻ്റെ ഒരു വീതി വരുന്നത്. രണ്ട് വശവും അടിച്ചു കൊടുത്തിട്ട് ഇതേപോലെ മറ്റേ ഫ്രില്ലിനുള്ള പീസും കൂടി അടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മളെടുത്ത പീസിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അവിടെ വെച്ചിട്ട് അവിടുന്ന് താഴേക്കാണ് ആദ്യം ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. ചെറിയ ചെറിയ ഫ്രിൽസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് വശത്തേക്കും ഫ്രില്ലിട്ട് കൊടുക്കുകയാണ്. അത് ഇപ്പുറത്തെ വശത്തേക്ക് തിരിച്ചു പിടിച്ചിട്ടാണ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. അതേപോലെ രണ്ട് വശത്തും ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ കയ്യിൽ ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ചടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഉള്ളിലേക്കാണ് മറിച്ചടിക്കുന്നത്.
ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്യാൻ എടുത്ത പീസിൻ്റെ ഒരു വശത്ത് ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. ആദ്യം ഫ്രിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെയാണ് ഞാനത് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതാവും കൂടുതൽ ഈസി ആയിട്ടുണ്ടാവുക. മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ഈ താഴെ വരുന്ന ഭാഗം അറ്റാച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശവും താഴേക്ക് ഫ്രിൽസ് ഇട്ട് കൊടുത്തതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ യോക്ക് ഭാഗം അടിച്ചെടുക്കാം. രണ്ട് പീസും കൂടി നടുവിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആദ്യം ഫ്രിൽസ് ഇട്ട് കൊടുത്തത് എന്തെങ്കിലും ചെറിയ വലുപ്പത്തിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രിൽസ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് അഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ ബാക്ക് വശത്തും ഇതേപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഫ്രിൽസ് ഒന്ന് അതിൽ അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി ഇതിങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം ഫ്രണ്ടും ബാക്കും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ 1 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ടുള്ള ഭാഗത്തു കൂടി നമ്മൾ രണ്ട് സൈഡിലും കംപ്ലീറ്റ് താഴെ വരെ ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ ഏറ്റവും അടിവശം മടക്കി അടിച്ചു കൊടുക്കുകയാണ്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വീട്ടിലുള്ള കുഞ്ഞു മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബാക്കി വരുന്ന പീസൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഫ്രോക്കൊക്കെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രോക്കാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം.